എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അടുത്ത ഭാഗം നോക്കാം. തൊടുവരകൾ അഥവാ ടാൻജൻസിൻ്റെ അടുത്ത ഭാഗം നോക്കാം. ഇതിൽ ആദ്യത്തെ കോൺസെപ്റ്റ് നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളെയും തൊട്ടുകൊണ്ട് അതിനുള്ളിലുള്ള വൃത്തമാണ് അന്തർവൃത്തം അഥവാ ഇൻ സർക്കിൾ. എന്താ പറഞ്ഞേ? ഒരു ട്രയാങ്കിൾ. അതിൻ്റെ 3 സൈഡ്സിനെയും ടച്ച് ചെയ്തിട്ട് പോകുന്ന ഒരു സർക്കിൾ. എവിടെ? ഇൻസൈഡ് ദാറ്റ് ട്രയാങ്കിൾ. അതാണ് ഇൻ സർക്കിൾ എന്ന് പറയണത്. അതായത് അന്തർവൃത്തം. ഒരു ത്രികോണത്തിൻ്റെ 3 വശമുണ്ട് അല്ലേ? ആ 3 വശങ്ങളെയും തൊട്ടുകൊണ്ട് ആ ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള വൃത്താണ് അന്തർവൃത്തം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഈ അന്തർവൃത്തത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ പഠിക്കാം. ഈ അന്തർവൃത്തം എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയാൽ നമ്മളിപ്പോൾ പഠിക്കുക? എന്തുമായിട്ടായിരിക്കും? ആ ത്രികോണമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടായിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാൻ പോണത്. അപ്പോൾ ഈ അന്തർവൃത്തത്തിൻ്റെ കേന്ദ്രം എവിടെയായിരിക്കും? ഇതിൻ്റെ കേന്ദ്രം അഥവാ സെൻറ്റർ എന്ന് പറയണത് ഈ ത്രികോണത്തിൻ്റെ 3 കോണുകളുണ്ടല്ലോ, ഈ കോണുകളുടെ സമഭാജി. അതായത് എന്താ? ആംഗിൾ ബൈസെക്ടർ. ഈ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യണ ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റാണ് ഇതിൻ്റെ സെൻറ്റർ. എന്തിൻ്റെ? സർക്കിളിൻ്റെ സെൻറ്റർ. ഇൻ സർക്കിളിൻ്റെ സെൻറ്റർ. മനസ്സിലായോ? അതായത് ഈ ത്രികോണങ്ങളുടെ 3 കോണുകളുടെയും സമഭാജി. കോണുകളുടെ സമഭാജി കേട്ടാ. സമഭാജി എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം കൂടി ഒരെണ്ണാന്ന് വിചാരിക്കരുത്. കോണുകളുടെ സമഭാജി അഥവാ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താ? അത് എന്ത് ബൈസെക്റ്റ് ചെയ്യും? ആംഗിളിനെയാണ് ഈക്വലി ഡിവൈഡ് ചെയ്യുക. അതായത് കോണുകളുടെ സമഭാജി എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ കോണുകളെ ഈക്വലായിട്ട് തുല്യമായിട്ട് വീതിക്കും. മനസ്സിലായോ? അപ്പോൾ അതാണ് എന്ത്? കോണുകളുടെ സമഭാജികൾ. ഈ സമഭാജികൾ ചേരുന്നൊരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റാണ് എന്ത്? ഇതിൻ്റെ സെൻറ്ററായിട്ട് വരാം. മനസ്സിലായല്ലോ? ഒന്നുകൂടെ പറയാം. ഈ സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യണൊരു പോയിൻ്റ്. ആ പോയിൻ്റാണ് ഇതിൻ്റെ സെൻറ്ററായിട്ട് എടുക്കുക. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ത്രികോണത്തിൻ്റെ കോണുകളുടെ സമഭാജികൾ അന്തർവൃത്ത കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നു. മനസ്സിലായോ? ത്രികോണത്തിൻ്റെ കോണുകളുടെ സമഭാജികൾ. തെറ്റിപ്പോവരുത്. എപ്പോഴും ആലോചിക്കണം. അന്തർവൃത്തമാണെങ്കിൽ കോണുകളുടെ സമഭാജി. ഇത് ഞാനിപ്പോൾ പറയണത് ഇനി അടുത്തത് പോയിന്റ് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അന്തർവൃത്തം ആംഗിൾ ബൈസെക്ടർ അല്ലെങ്കിൽ ഇൻസർക്കിൾ ആംഗിൾ ബൈസെക്ടർ. അന്തർവൃത്തം കോണുകളുടെ സമഭാജി. ഇനി നമുക്ക് ഈ ഇൻസർക്കിൾ അല്ലെങ്കിൽ അന്തർവൃത്തത്തിൻ്റെ റേഡിയസ് അല്ലെങ്കിൽ ആരം എങ്ങനെ നോക്കുന്നു നോക്കിയാൽ, ഇത് നോക്കിയേ. ഈ ഒരു പച്ച വര കണ്ട? ഇതാണ് ഈ സർക്കിളിൻ്റെ എന്ത്? ആരം. ഇതെന്ന് പറഞ്ഞാൽ എന്താ? ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ താഴത്തെ ഈ വശത്തേക്കുള്ള ലംബമാണ്. മനസ്സിലായോ? ഈ വശത്തേക്കുള്ള പെർപെൻഡിക്കുലറാണ്. എവിടെ നിന്ന്? കേന്ദ്രത്തിൽ നിന്ന്, സെൻറ്ററിൽ നിന്ന് ഈ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് എന്ത്? ഈ സർക്കിളിൻ്റെ എന്തായിട്ട് വരാം? ഇനി നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം. ഒരു ത്രികോണത്തിൻ്റെ ലംബ സമഭാജികൾ ഒറ്റ ബിന്ദുവിലൂടെ കടന്നു പോകുന്നു. ഈ ബിന്ദു കേന്ദ്രമാക്കി വരയ്ക്കുന്ന വൃത്തമാണ് പരിവൃത്തം അല്ലെങ്കിൽ സർക്കിൾ. ഇതിലെന്താ പറയണത്? ഇവിടെ നമ്മൾ എവിടെയാണ് വൃത്തം? സർക്കിള് ഇൻസൈഡാണ്, ഇൻ സർക്കിളാണ്. ഇവിടെ എന്താണ്? വൃത്തം പുറത്താണ്, പരിവൃത്തമാണ്. അതായത് ത്രികോണത്തിൻ്റെ പുറത്തായിട്ടാണ് ഈ വൃത്തം സർക്കിളുള്ളത്. ഇതിലെന്താ പറയണത്? ഇത് പറയണത് ഈ പരിവൃത്തത്തിൻ്റെ കേന്ദ്രം എവിടെയാണെന്നാണ് ഇതിൽ കൂടെ മനസ്സിലാക്കി തരുന്നത്. മനസ്സിലായോ? അതായത് ഈ ഒരു ത്രികോണത്തിൻ്റെ ലംബ സമഭാജി എന്താണ്? അതാ ഞാൻ നേരത്തെ പറഞ്ഞേ. കോണുകളുടെ സമഭാജികൾ വേറെ, ലംബ സമഭാജികൾ വേറെ. ലംബ സമഭാജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രികോണത്തിൻ്റെ വശങ്ങളെ തുല്യമായിട്ട് വീതിക്കുന്ന ലംബം. മനസ്സിലായോ? ത്രികോണത്തിൻ്റെ വശങ്ങളെ തുല്യമായിട്ട് വീതിക്കും. ഇപ്പോൾ നോക്കിയേ. ഈ ഒരു വശത്തിനെ തുല്യമായിട്ട് വീതിക്കുന്ന ഈ ഒരു സമഭാജി, ഈ ഒരു വശത്തിൻ്റെ ഈ സൈഡും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി അത് മാത്രമല്ല, ഇവിടെ നിന്ന് വരുന്ന ഈ ഒരു സമഭാജി എങ്ങനെയായിരിക്കും? ഇവിടെ 90 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? ഇതാണ് ലംബ സമഭാജി. ലംബം എന്ന് പറഞ്ഞാൽ എന്താ? പെർപെൻഡിക്കുലർ.
സമഭാജി എന്ന് പറഞ്ഞാൽ ബൈസെക്ടർ, സമമായിട്ട് ഭാഗിക്കുന്നത്. അപ്പോൾ വശങ്ങളെ സമമായിട്ട് ഭാഗിക്കും. അതുപോലെ തന്നെ വശങ്ങളെ സമമായി ഭാഗിക്കുന്ന ഈ ഒരു വര എന്തായിരിക്കും? അതിൻ്റെ ലംബമായിട്ടാണ് വര. മനസ്സിലായോ? ആ വശത്തിൻ്റെ ലംബമായിരിക്കും. അതാണ് ലംബ സമഭാജി. അപ്പോൾ ത്രികോണത്തിൻ്റെ ഈ മൂന്ന് വശത്തേക്ക് എന്തുണ്ട്? 3 ലംബ സമഭാജികളുണ്ട്. കണ്ട, ഈ ഒരു വശത്തേക്ക് ഇവിടെ നിന്ന് എന്ത്? ലംബ സമഭാജി. ഈ ഒരു വശത്തിൻ്റെ ലംബ സമഭാജി ഈ ഒരു വശത്ത് നിന്ന് വന്ന് കണ്ട. അപ്പോൾ ഈ 3 സമഭാജികൾ ചേരുന്നൊരു പോയിൻ്റ്, മനസ്സിലായോ? അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾ, മനസ്സിലായോ? അതിൻ്റെ ജോയിൻ ചെയ്യണ അല്ലെങ്കിൽ മീറ്റ് ചെയ്യണ ആ പോയിൻ്റാണ് ഈ സർക്കിളിൻ്റെ സെൻറ്റർ. മനസ്സിലായല്ലോ? ഈ ട്രയാങ്കിളിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിൻ്റ്, അതാണ് എന്ത്? ആ ട്രയാങ്കിളിൻ്റെ സർക്കിളിൻ്റെ സെൻറ്റർ. ആ ട്രയാങ്കിളിൻ്റെ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ത്രികോണത്തിൻ്റെ 3 മൂലകളിൽ കൂടെയും കടന്നു പോകുന്ന വൃത്തം, അതാണ് എന്ത്? സർക്കിൾ. ത്രികോണത്തിൻ്റെ അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഈ 3 വേർട്ടിസസിൻ്റെ ഈ പോയിന്റിൽ കൂടെ ഈ പോയിന്റിൽ 3 പോയിന്റിൽ കൂടിയും പാസ് ചെയ്ത് പോണ പുറത്തു കൂടെയുള്ളൊരു സർക്കിളാണ്. കേന്ദ്രത്തിൽ നിന്ന് ഈ ത്രികോണത്തിൻ്റെ ഏതെങ്കിലും മൂലയിലേക്കുള്ള അകലമാണ്. ഏത് മൂലയിലായാലും പ്രശ്നമില്ല. ഈ ഒരു അകലമാണ് അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത്. അപ്പോൾ റേഡിയസും സെൻറ്ററും മനസ്സിലായെന്ന് വിചാരിക്കണം. ആരവും കേന്ദ്രവും മനസ്സിലായല്ലോ? പരിവൃത്തത്തിൻ്റെയും അന്തർവൃത്തം. ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിളിനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ഇതൊരു ട്രയാങ്കിളാണ്. ഇതിൻ്റെ നീളം, ഈ സൈഡിൻ്റെ നീളം എ ആണ്, ഈ സൈഡ് ബി ആണ്, ഇതെന്താണ്? സി ആണ്. ഇത് മൂന്നും ഇങ്ങനെയാണെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എന്തായിരിക്കും? ഇതിൻ്റെ ചുറ്റുള്ള അളവ്? ഏതൊരു ചിത്രം അല്ലെങ്കിൽ ഏതൊരു ഷേപ്പ് എടുത്താലും അതിൻ്റെ ചുറ്റളവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഉദ്ദേശിക്കണം? അതിൻ്റെ ചുറ്റുള്ള അളവ്, അതായത് ഈ നീളം പ്ലസ് ഈ നീളം പ്ലസ് ഈ നീളം. അപ്പോൾ അതായത് എന്താ? A+B+C. ഇതാണ് ചുറ്റളവ്. ഇനി നമ്മളിവിടെ എസ് എന്ന് പറഞ്ഞൊരു സാധനം പഠിക്കുന്നുണ്ട്. ഈ എസ് എന്ന് പറയുന്നത് എന്താ? ചുറ്റളവിൻ്റെ പകുതി. അതെന്താണ്? A+B+C/2. ഇതാണ് ഈ എസ് എന്ന് പറഞ്ഞാൽ ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇനി നമുക്ക് അന്തർവൃത്തത്തിൻ്റെ ആരം അഥവാ റേഡിയസ് ഓഫ് ഇൻസർക്കിളിനെ പറ്റിയിട്ടൊന്ന് പഠിക്കാം. ഇനി നമുക്ക് ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് അഥവാ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ എന്താ നോക്കാം. നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ BH അല്ലേ? ഇങ്ങനൊരു ഇത് നമുക്ക് അറിയണതാണ്. ഇത് എന്താ? ആ പാദം, ഈ വശം എച്ച് എന്ന് പറയുന്നത് എന്താ? പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഓപ്പോസിറ്റ് വെർട്ടെക്സിൽ നിന്ന് ഈ സൈഡിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസാണ് എച്ച് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് വേണ്ട. ഈ 3 വശങ്ങൾ വെച്ചിട്ട് എച്ച് ഒന്നുമില്ല. ഈ 3 വശം വെച്ചിട്ട് ഇതിൻ്റെ പരപ്പളവ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? അതിനുള്ള സമവാക്യമാണ് എന്ത്? √S × S-A × S-B × S-C. മനസ്സിലായില്ല? എന്താണ് പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം? √S × S-A × S-B × S-C. S എന്താ? ചുറ്റളവിൻ്റെ പകുതി. ഇത്രയും പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് അന്തർവൃത്തത്തിൻ്റെ ആരം അഥവാ ഇൻസർക്കിളിൻ്റെ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാം? ആരം അഥവാ റേഡിയസ് കണ്ടുപിടിക്കാനുള്ളത് നമുക്ക് നോക്കാം. ആരം അഥവാ റേഡിയസ് കണ്ടുപിടിക്കാൻ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. അതായത് പരപ്പളവ്, ത്രികോണത്തിൻ്റെ പരപ്പളവ് ബൈ ചുറ്റളവിൻ്റെ പകുതി. അപ്പോൾ അതെന്തായിരിക്കും? പരപ്പളവ് എന്താ? ത്രികോണത്തിൻ്റെ പരപ്പളവ്. അതായത് ഇപ്പോൾ ഏരിയയ്ക്ക് അല്ലെങ്കിൽ പരപ്പളവിന് കൊടുത്താൽ A/S ആണ് ആരം.
അതായത് റേഡിയസ്. എ ബൈ എസ് എന്ന് വെച്ചാൽ എന്താ? എ എന്ന് പറഞ്ഞാൽ എന്താ? എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഡിവൈഡഡ് ബൈ എസ് അല്ലേ? ഇതിൽ നിന്ന് നമുക്ക് ഈ എസ്സിനെ പുറത്തേക്ക് എടുക്കാം. എസ് എന്താ? റൂട്ട് എസ്. ഇങ്ങനെ എഴുതിക്കൂടെ? റൂട്ട് എസ് ഇൻറ്റു റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഡിവൈഡഡ് ബൈ. ഇനി ഈ എസ്സിന് പകരം നമുക്ക് എങ്ങനെ എഴുതാം? എസ് എന്ന് പറയുന്നത് എന്താ? റൂട്ട് എസ് ഇൻറ്റു റൂട്ട് എസ് അല്ലേ? ഒന്നും ചെയ്തിട്ടില്ല. ദേ ഇവിടം വെച്ച് നിർത്തിക്കോ. കൺഫ്യൂഷൻ ആകുന്നവർ ഇവിടം വരെ പഠിക്കുക. ഇങ്ങനെ പഠിച്ചാലും മതി. ഇങ്ങനെ തന്നെ പഠിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഏരിയ അതായത് പരപ്പളവ് ബൈ ചുറ്റളവിൻ്റെ പകുതി. ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ എന്താണ്? ഹാഫ് ഓഫ് ദ പെരിമീറ്റർ ഓഫ് ദ ട്രയാങ്കിൾ. അങ്ങനെ അങ്ങ് പഠിക്കുക. ഇനി ഇവിടെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെന്നുള്ളൂ. അപ്പോൾ ഈ എസ്സിനെ റൂട്ട് എസ് പുറത്തെടുത്തു, ഇങ്ങനെ രണ്ടായിട്ട് എഴുതി. എന്നിട്ട് ഇവിടെ എസ്സിന് റൂട്ട് എസ് ഇൻറ്റു റൂട്ട് എസ് എന്ന് കൊടുത്തു. ഈ റൂട്ട് എസും വെട്ടിപ്പോയി. ഇനി എന്താണ് റേഡിയസ്? ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി ഡിവൈഡഡ് ബൈ റൂട്ട് എസ്. മനസ്സിലായില്ല? അപ്പോൾ ഒരു അന്തർവൃത്തത്തിൻ്റെ ആരം കണ്ടുപിടിക്കാനായിട്ട് 3 വശങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കുക. അതിൻ്റെ പകുതി അതായത് പെരിമീറ്റർ കണ്ടുപിടിച്ച് അതിൻ്റെ ഹാഫ് എടുക്കുക, ബൈ 2 ചെയ്യുക. കിട്ടിയോ? അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണം? പരപ്പളവ് കണ്ടുപിടിക്കുക. എന്ത് ചെയ്യണം? ഈ പകുതി, ചുറ്റളവിൻ്റെ പകുതി വെച്ചിട്ട് എന്ത് ചെയ്യണം? അതിനെ ഓരോ സൈഡ് കൊണ്ടും അതിൽ നിന്ന് ഓരോ സൈഡും മൈനസ് ചെയ്ത് അതെല്ലാം കൂടി ഇൻറ്റു ചെയ്ത് പിന്നെ വീണ്ടും ഈ എസ് കൊണ്ട് ഇൻറ്റു ചെയ്യാം. എസ് ഇൻറ്റു എസ് മൈനസ് എ ഇൻറ്റു എസ് മൈനസ് ബി ഇൻറ്റു എസ് മൈനസ് സി അതിൻ്റെ റൂട്ട്. അതാണ് എന്ത്? ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണത്തിൻ്റെ പരപ്പളവ്. ഇനി നമുക്ക് അന്തർവൃത്തത്തിൻ്റെ ആരം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ, അന്തർവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ത്രികോണത്തിൻ്റെ ഉള്ളിലുള്ള വൃത്താണ് ഇത്. അപ്പോൾ ഈ ത്രികോണത്തിൻ്റെ പരപ്പളവ് ബൈ ത്രികോണത്തിൻ്റെ ചുറ്റളവിൻ്റെ പകുതി. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിച്ച കാര്യം തന്നെയാണ്, എന്നാലും ഒന്നും കൂടി പഠിക്കാം. ഹൗ ടു ഡ്രോ ആൻ ആംഗിൾ ബൈസെക്ടർ. എന്താണ്? കോണുകളുടെ സമഭാജി. എന്താ ആംഗിൾ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ? കോണുകളുടെ സമഭാജി. എങ്ങനെ വരയ്ക്കാം കോണുകളുടെ സമഭാജി? ആദ്യം തന്നെ ഇപ്പോൾ നമുക്ക് ഏത് ആംഗിളാണ് അല്ലെങ്കിൽ ഏത് കോണാണ് നമുക്ക് ഭാഗിക്കേണ്ടത്, ബൈസെക്റ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഈ കോണാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ എന്താക്കണം? 2 തുല്യ ഭാഗങ്ങളാക്കി ഭാഗിക്കണം. എന്തിനെ ഭാഗിക്കണം? ആംഗിൾ അഥവാ കോണിനെ നമുക്ക് തുല്യ ഭാഗങ്ങളായിട്ട് ഭാഗിക്കണം. അങ്ങനെ ഭാഗിക്കാനുള്ളൊരു ലൈൻ, അതാണ് എന്ത്? കോണുകളുടെ സമഭാജി അല്ലെങ്കിൽ ആംഗിൾ ബൈസെക്ടർ. അത് വരയ്ക്കാൻ എന്ത് ചെയ്യണം? ഏത് കോണ് അല്ലെങ്കിൽ ഏത് ആംഗിളിനെയാണോ ഭാഗിക്കേണ്ടത് ആ ആംഗിളിൻ്റെ ഇവിടെ വെച്ചിട്ട് നമുക്കൊരു ആർക്ക് വരയ്ക്കാം. ആർക്കിന് അങ്ങനെ പ്രത്യേകിച്ച് നീളമൊന്നുമില്ല. ആർക്ക് വരച്ചു. ഇനി ഈ ആർക്കിൻ്റെ ഈ സൈഡിലെ ഈ പോയിൻറ്റിലും ഈ സൈഡിലെ ഈ പോയിൻറ്റിലും വെച്ചിട്ട് എന്ത് വരയ്ക്കുക? വീണ്ടും ഓരോ ആർക്ക് വരയ്ക്കുക. വരച്ചില്ലേ? ഇങ്ങനെ 2 ആർക്ക് കിട്ടി. ഇനി ഇത് ഈ പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് ഈ ആംഗിളിൻ്റെ ബൈസെക്ടർ അല്ലെങ്കിൽ ഈ കോണിൻ്റെ സമഭാജി. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ആംഗിൾ ശരിക്കും എത്ര ഡിഗ്രി ആയിരുന്നു? ശരിക്കും ഇത് 60 ഡിഗ്രി ഉള്ള ആംഗിളാണ് ഈ ആംഗിൾ. ഇനി അതിനെ നോക്കി ഇവിടെ കറക്റ്റ് 30 ഡിഗ്രിയിലാണ് ഈ സമഭാജി വരച്ചിരിക്കണേ. കണ്ട? അപ്പോൾ ഇത് ഇപ്പുറത്തും 30 ഇപ്പുറത്തും 30ആയി. അങ്ങനെ
ഇതിനെ ഭാഗിച്ചു. അപ്പോൾ എങ്ങനെയത് വരയ്ക്കണേന്ന് പഠിച്ചുല്ലോ. ആദ്യം എന്ത് ചെയ്യുക, ഏത് ആംഗിളിനെയാണോ ഭാഗിക്കേണ്ടത് അതിൻ്റെ അവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അത് ഇനി ഈ ആർക്കിൻ്റെ ഈ ഓരോ പോയിൻറ്റും, ഈ വശത്തെ ഈ പോയിൻറ്റ്, ഈ വശത്തെ ഈ പോയിൻറ്റ് ഇവിടെ വെച്ചിട്ട് വീണ്ടും അതേ അളവിൽ തന്നെ ആർക്ക് വീണ്ടും വരയ്ക്കുക. ഈ ആർക്കും ഈ പോയിൻറ്റും തമ്മിൽ യോജിപ്പിക്കും. ഇനി നമുക്ക് എന്ത് വരയ്ക്കാൻ പഠിക്കാം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതൊന്നും ഇപ്പോൾ പഠിക്കേണ്ട കാര്യമല്ല, ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ച കാര്യങ്ങളാണ്. എന്നാലും ഇപ്പോൾ ഈ പ്രോബ്ലം ചെയ്യാൻ ആവശ്യമായതുകൊണ്ട് ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇത് എ ബി സി. അപ്പോൾ നമുക്കിനി പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും കൂടി വരച്ച് നോക്കാം. അപ്പോൾ ബി സിയുടെ ബൈസെക്ടറാണ് വരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? ബി സിയുടെ ഈ ബി എന്ന പോയിൻറ്റിൽ കോമ്പസിൻ്റെ ഇത് വെച്ചിട്ട് ഒരു ബി സിയുടെ പകുതി കൂടുതൽ നീളം, മോർ ദാൻ ഹാഫ് ലെങ്ത്തിൽ എന്ത് വയ്ക്കുക? കോമ്പസ് അളന്നെടുക്കുക. എന്നിട്ട് ഈ ബി സിയുടെ രണ്ട് സൈഡിൽ ആർക്ക് വരയ്ക്കുക. ഇവിടെ ഒരു ആർക്ക്, ഇവിടെ ഒരു ആർക്ക്. അതേപോലെ തന്നെ അതേ അളവിൽ തന്നെ ഇത് മാറ്റരുത്. സിയിൽ നിന്നും ആർക്ക് മുകളിലേക്കും താഴേക്കും വരയ്ക്കുക. ഇതിവിടെ ജോയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇതൊന്നും കൂടി വലുതാക്കുക. കണ്ട, ഈ ലൈനാണ് എന്ത്? ബി സിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയണത്. ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് വരയ്ക്കുക. കിട്ടിയ? ഇതാണ് ബി സി എന്ന ഈ ലൈൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമഭാജി. ഇനി നമുക്ക് എന്ത്? എ ബിയുടെയും പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമുക്ക് മോർ ദാൻ ഹാഫ് ലെങ്ത് എടുക്കാം. അതായത് പകുതി കൂടുതൽ നീളം കോമ്പസിലെടുത്തിട്ട് എ ബിയുടെ രണ്ട് സൈഡിലേക്കും ബിയിൽ നിന്ന് ആർക്ക് വരച്ചു. ഈ സൈഡിലേക്കും ആർക്ക് വരച്ചു. ഇനി എയിൽ നിന്നും അതേ അളവ് കോമ്പസിനെ മാറ്റരുത്, അതേ അളവിൽ ആർക്ക് വരയ്ക്കുക. ഇവിടെയും എന്ത് വരയ്ക്കുക? ആർക്ക് വരയ്ക്കുക. ഈ ആർക്ക് മീറ്റ് ചെയ്യണ ഈ പോയിൻ്റ് യോജിപ്പിക്കുക. ഇനി നമുക്ക് ഏതിൻ്റെ വേണം? ഇനി എ സിയുടെ വേണം. എ സിയുടെ എങ്ങനെ എടുക്കുക? ഇതേപോലെ തന്നെ മോർ ദാൻ ഹാഫ് എടുക്കുക. എ സിയുടെ രണ്ട് വശത്തുമായിട്ടും സിയിൽ നിന്ന് രണ്ട് ഇത് വരച്ചു. എയിൽ നിന്ന് രണ്ടെണ്ണം വരയ്ക്കുക. ഇത് തമ്മിൽ യോജിപ്പിക്കുക. കണ്ട? അപ്പോൾ ഇത് മൂന്നും കൂടി എവിടെ കൂട്ടിമുട്ടി? ഒരൊറ്റ പോയിന്റിൽ മുട്ടി. ഇതാണ് എന്ത്? നമ്മുടെ സർക്കിളിൻ്റെ എന്ത്? കേന്ദ്രം. മനസ്സിലായോ? ഏത് സർക്കിളിൻ്റെയാ? സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തത്തിൻ്റെ കേന്ദ്രം. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇനി നമുക്ക് റേഡിയസ് എടുക്കാൻ എന്ത് ചെയ്യണം? റേഡിയസ്, പരിവൃത്തത്തിന് റേഡിയസ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത്? ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സിലേക്ക് എടുത്താൽ മതി. ഇത് തന്നെയായിരിക്കും ഇവിടുത്തെ അളവ്, ഇത് തന്നെയായിരിക്കും ഇവിടുത്തെ അളവ്. ഇനി ഇതിങ്ങനെ ചുറ്റി വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പരിവൃത്തം കിട്ടും. കണ്ടോ?